ആളുകളെ തമ്മിൽ യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും അവരവരുടേതായ ആശയങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ ഉണ്ടാകും. പല സംഘടനകളും യോജിച്ച് പ്രവർത്തിക്കാത്തത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പരസ്പരം വിയോജിപ്പ് പല കാര്യങ്ങളിൽ പ്രകടിപ്പിക്കുന്നവർ പോലും ചില കാര്യങ്ങളിൽ ഒരുമിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ എല്ലാവരുടെയും പ്രതിയോഗി ഒരാളാകുമ്പോൾ വിയോജിപ്പുള്ള പല കാര്യങ്ങളിലും അവർ യോജിച്ച് പ്രവർത്തിക്കുന്നത് കാണുവാൻ സാധിക്കും. ആത്മീയ ലോകത്തും ഭൗതിക ലോകത്തും ഇങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾക്ക് പലപ്പോഴും നാം ദൃക്സാക്ഷികളാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അനന്തരം പരീശന്മാരും സദൂക്യരും യേശുവിൻ്റെ അടുക്കൽ വന്ന് ആകാശത്തു നിന്ന് ഒരടയാളം കാണിച്ചു തരണമെന്ന് യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചു. പരീശന്മാരും സദൂക്യരും അവർ യഹൂദന്മാരുടെ ഇടയിലുള്ള രണ്ട് പ്രബല വിഭാഗങ്ങളാണ്. അവരുടെ ലക്ഷ്യങ്ങൾ, ആശയങ്ങൾ, ഉപദേശങ്ങൾ ഒക്കെ വ്യത്യസ്തമാണ്. പല കാര്യങ്ങളിലും ഇവർക്ക് ഒരുമിച്ച് യോജിച്ച് പ്രവർത്തിപ്പാൻ കഴിഞ്ഞിരുന്നില്ല. അവരവരുടേതായ രീതികളിൽ ആണ് മുന്നേറിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ ഒരുമിച്ചിരിക്കുകയാണ്. ഒന്നിച്ച് യേശുവിനെ പരീക്ഷിക്കുന്ന കാര്യത്തിൽ അവർ ഒന്നിച്ചിരിക്കുകയാണ്. യേശുവിനെയാണ് അവരുടെ പൊതു ശത്രുവായിട്ട് അവർ കാണുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റാത്തത് പലതും യേശു ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഉപദേശിക്കുവാൻ പറ്റാത്ത പല കാര്യങ്ങളും യേശു ഉപദേശിക്കുന്നു. അവരുടെ കപടഭക്തിയും അവരുടെ ദൈവ കൽപ്പനയേക്കാൾ മാനുഷിക പാരമ്പര്യങ്ങളോടുള്ള അവരുടെ താല്പര്യങ്ങളുമൊക്കെ യേശു വെളിച്ചത്ത് കൊണ്ടുവന്നതുകൊണ്ട് യേശുവിനെ അവരൊരു പൊതുശത്രുവായിട്ടാണ് ഇരുകൂട്ടരും കാണുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അവർ യോജിച്ചു. യേശുവിനെ പരീക്ഷിച്ച് ഒരു ചോദ്യം ചോദിക്കുന്ന കാര്യത്തിൽ. ഇന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ധാരാളം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ആശയപരമായി പല കാര്യങ്ങളിലും വിയോജിച്ച് നിൽക്കുന്ന ആളുകൾ ചില കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അത് സത്യത്തെ ക്രൂശിക്കുന്ന കാര്യത്തിലാണ്. അത് സത്യം ഒരിക്കലും ആരും അറിയാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള തെറ്റായ ലക്ഷ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ദൈവവചനപ്രകാരം വളരെ തെറ്റാണ്. നാം യോജിക്കേണ്ടത് ഏത് കാര്യത്തിലായിരിക്കണം? നന്മ ചെയ്യുന്ന കാര്യത്തിൽ നാം ഒറ്റക്കെട്ടായിരിക്കണം. യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന കാര്യത്തിൽ നാം ഒറ്റക്കെട്ടായിരിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും യോജിപ്പുണ്ടായിരിക്കണം. ആദിമസഭയുടെ പ്രത്യേകത, അവർ ഏക മനസ്സുള്ളവരായിരുന്നു. അവർക്കൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ വീണ്ടെടുത്ത കർത്താവിനെ സാക്ഷിക്കുക, കർത്താവ് അവരോട് പറഞ്ഞതനുസരിച്ച് കർത്താവിന് വേണ്ടി തന്നെത്താൻ ഒരുക്കുക, അപ്പോൾ തന്നെ മറ്റുള്ളവരെയും യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, യേശുവിലേക്ക് നടത്തുവാൻ ഉത്സാഹിപ്പിക്കുക, യേശുവിൻ്റെ സാക്ഷികളാവുക, ഇതൊക്കെയായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വേണം നാം യോജിപ്പോടെ പ്രവർത്തിക്കുവാൻ. ദൈവസഭയ്ക്കോ ദൈവനാമത്തിനോ യേശുക്രിസ്തുവിൻ്റെ നാമത്തിനോ വിരോധമായി പ്രവർത്തിക്കുന്നതിൽ നാം ഒരിക്കലും ഒരു ശത്രുവിൻ്റെ പക്ഷത്ത് നിന്ന് പ്രവർത്തിപ്പാൻ പാടുള്ളതല്ല. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 23:12 നാം കാണുന്നത് രണ്ട് രാജാക്കന്മാർ, രണ്ട് നാടുവാഴികൾ, അവരെ രണ്ടുപേരും ശത്രുക്കളായിരുന്നു. അവർക്ക് കാര്യമായ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവർക്ക് യോജിച്ച് പോകുവാനായിട്ട് പലപ്പോഴും സാധിച്ചിരുന്നില്ല. എന്നാൽ ലൂക്കോസ് 23:12 നാം ഇപ്രകാരം ആണ് കാണുന്നത്:
അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. മുൻപേ അവർ തമ്മിൽ വൈരമായിരുന്നു, വൈരികളായിരുന്നു. ഏത് വിഷയം വന്നപ്പോഴാണ് ശത്രുക്കളായ ഹെരോദാവും പീലാത്തോസും തമ്മിൽ യോജിച്ചത്, സ്നേഹിതന്മാരായത്, പിണക്കം മറന്നത്? യേശുവിനെ ക്രൂശിക്കുന്ന കാര്യത്തിൽ, സത്യത്തെ ക്രൂശിക്കുന്ന കാര്യത്തിൽ. ആ കാര്യത്തിൽ ഇവർ പിണക്കം മറന്ന്, ഭിന്നത മറന്ന് സ്നേഹിതന്മാരെ പോലെ പ്രവർത്തിക്കുന്നു. ഇതാണിന്ന് ലോകത്ത് പലയിടത്തും സംഭവിക്കുന്നത്. സത്യത്തെ ക്രൂശിക്കുവാൻ വേണ്ടി ഇടഞ്ഞു നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന, വിയോജിച്ച് നിൽക്കുന്ന പലരും യോജിപ്പിൽ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നാം ഒറ്റക്കെട്ടായി, ഏക മനസ്സുള്ളവരായി, ഏകഭാവമുള്ളവരായി, ഏക ആത്മാവിൽ സത്യത്തിന് സാക്ഷ്യം നിൽക്കുവാൻ ഒരുമിക്കേണ്ടതാണ്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കേണ്ടതാണ്. ഏക മനസ്സുള്ളവർ ഒരുമിച്ച് കൂടി ആരാധിക്കട്ടെ. ഏക മനസ്സോടെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി പ്രവർത്തിപ്പാൻ എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. വീടുകളിൽ, ഭവനങ്ങളിൽ, സഭകളിൽ എല്ലാം ഐക്യതയുടെ ആത്മാവ് ഈ ദിവസങ്ങളിൽ വ്യാപരിക്കട്ടെ. കർത്താവായ ദൈവമേ, ഭിന്നത പല കുടുംബങ്ങളിലും നിലനിൽക്കുന്നു. സഭകൾ ഭിന്നിച്ച് പോകുന്നു. ഇതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ഏകഭാവമുള്ളവരായി, ഏക മനസ്സുള്ളവരായി, ഏകാത്മാവുള്ളവരായി, ഏകാത്മാവിൽ നിലനിൽക്കുന്നവരായി വചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആളുകളെ തമ്മിൽ യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ പ്രസ്ഥാനങ്ങൾക്കും